ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം UG ഡിഗ്രിയുടെ റിവാലുവേഷൻ റിസൾട്ട് 24-ാം തീയതി ആയിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ BA, BSc, BCom, BBA തുടങ്ങിയിട്ടുള്ള എല്ലാ കോഴ്സുകളുടെ റെഗുലർ വിദ്യാർത്ഥികളുടെ റിവാലുവേഷൻ റിസൾട്ടാണ് വന്നത്. അപ്പോൾ SD വിദ്യാർത്ഥികളുടെ റിവാലുവേഷൻ റിസൾട്ട് സെക്കൻഡ് സെമ്മിൻ്റെത് എന്തായാലും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സെക്കൻഡ് സെമ്മിൻ്റെ റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ കുട്ടികൾ ചോദിക്കുന്നതാണ് തേർഡ് സെമ്മിൻ്റെ റിവാലുവേഷൻ റിസൾട്ട് എന്നാണ് ഇനി വരിക എന്നുള്ളത്. 2023 ജനുവരിയിൽ ആരംഭിക്കുന്ന തേർഡ് സെം എക്സാമിൻ്റെ മുമ്പ് തേർഡ് സെമ്മിൻ്റെ റിവാലുവേഷൻ റിസൾട്ട് വരുമോ എന്നുള്ളതാണ്. എന്തായാലും തേർഡ് സെമ്മിൻ്റെ റിവാലുവേഷൻ റിസൾട്ട് എക്സാമിൻ്റെ മുമ്പ് വരാൻ ചാൻസ് വരില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ തേർഡ് സെമ്മിൻ്റെ റിവാലുവേഷൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ട് 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ വാല്യൂഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേക്കും 2 മാസം എടുക്കും. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സെമ്മിൻ്റെ റിവാലുവേഷന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ശേഷം ഏകദേശം 2-2.5 മാസം കഴിഞ്ഞിട്ടാണ് ഈ സെക്കൻഡ് സെമ്മിൻ്റെ റിവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആവും തേർഡ് സെമ്മിൻ്റെത്. എന്തായാലും ഒരു മാർച്ചിലേക്കൊക്കെ തേർഡ് സെമ്മിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റിലേക്കൊക്കെ തേർഡ് സെം റിവാലുവേഷൻ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതിയാകും. ഇനി യൂണിവേഴ്സിറ്റി എന്താ പറയുക വലിയ മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ റിവാലുവേഷൻ റിസൾട്ട് പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണം എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ പെട്ടെന്ന് റിസൾട്ട് വരണ്ടാവുള്ളൂ. എന്തായാലും തേർഡ് സെം എക്സാമിന് മുമ്പ് റിവാലുവേഷൻ റിസൾട്ട് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എക്സാമിന് രജിസ്റ്റർ ചെയ്തവർ റിവാലുവേഷന് കൊടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർ റിവാലുവേഷൻ റിസൾട്ട് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട. നിങ്ങൾ എന്തായാലും എക്സാമിന് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് തേർഡ് സെം എക്സാം എഴുതാം.